എൻ്റെ ഒരു കൂട്ടുകാരന് ഇന്നാൾ 20 കോടി രൂപ ലോട്ടറി അടിച്ചു. 20 കോടി രൂപ ലോട്ടറിയിൽ ഏകദേശം ഒരു 10 കോടി രൂപ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടി. പലവരും ചെയ്യുന്നത് പോലെ തന്നെ സേഫ്റ്റി നോക്കിയിട്ട് പുള്ളി കൊണ്ടിട്ട് ഫുൾ എമൗണ്ട് അങ്ങ് എഫ് ഡിയിൽ ഇട്ടു. എഫ് ഡിയിൽ 7% ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്തു പുള്ളിക്ക്. അതായത് ഒരു 10 കോടി രൂപ നമ്മൾ അക്കൗണ്ടിൽ കൊണ്ടിടുമ്പോഴേക്കും വർഷം നമുക്ക് 70 ലക്ഷം രൂപ പലിശ കിട്ടും. പക്ഷേ ഇതാണ് പുള്ളി അറിയാണ്ട് പോയൊരു സൈഡ് എന്ന് പറയുന്നത്. 7% പലിശയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു മെയിൻ ഘടകമുണ്ട്, 6% ഇൻഫ്ലേഷൻ. അതായത് 70 ലക്ഷം രൂപ പലിശ കിട്ടുമ്പോഴേക്കും 60 ലക്ഷം രൂപ ഇൻഫ്ലേഷൻ തിന്നുകൊണ്ട് പോകും. അപ്പോൾ ബേസിക്കലി നമുക്ക് 10 ലക്ഷം രൂപയാണ് കയ്യിൽ കിട്ടുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പോൾ ലോട്ടറി ഒക്കെ അടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇൻകം സ്ലാബ് കൂടി കാണും. അപ്പോൾ ഹയർ സ്ലാബിൽ ഇരിക്കുന്നത് കൊണ്ട് 30% ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും ഇദ്ദേഹം ഉണ്ടാകുന്നത്. അതായത് കിട്ടുന്ന പലിശ, എഫ് ഡിയിൽ കിട്ടുന്ന പലിശയ്ക്ക് എല്ലാ വർഷവും 30% ടാക്സ് കൊടുക്കണം. എമൗണ്ട് എടുത്താലും എടുത്തില്ലെങ്കിലും എഫ് ഡിയിൽ എല്ലാ വർഷവും നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ 21 ലക്ഷം രൂപ ടാക്സ്, അത് കഴിഞ്ഞിട്ട് 60 ലക്ഷം രൂപ ഇൻഫ്ലേഷൻ, മൊത്തം 81 ലക്ഷം രൂപ എല്ലാ വർഷവും ചിലവ് വരുന്നുണ്ട്. സോ ബേസിക്കലി പലിശ കിട്ടുന്ന പോവുകയും ചെയ്യും, അതല്ലാണ്ട് മുതലിൽ നിന്ന് 11 ലക്ഷം എല്ലാ വർഷവും കുറയുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? കിട്ടുന്ന തുക എഫ് ഡി അല്ലാണ്ട് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിസ്ക് പേടിയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഡെറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ ലോ റിസ്ക് ആയിട്ടുള്ള ഫണ്ട്സ് ആണ് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. യൂഷ്വലി എഫ് ഡിനേക്കാളും കുറച്ചും കൂടി ഹയർ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡെറ്റ്സ് ഓഫർ ചെയ്യുന്നത്. യൂഷ്വലി ഒരു 8 to 9% റിട്ടേൺസ് ഒക്കെ സിംപ്ലി കിട്ടാറുണ്ട്. സോ അതിന് ഈ ഒരു ബെനിഫിറ്റ് മാത്രമല്ല, ഇതിൽ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് മാത്രം അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ കൊടുത്താൽ മതി. എഫ് ഡിനെ പോലെ എല്ലാ വർഷവും ടാക്സ് കൊടുക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഫണ്ട്സ് ആയി ഇക്വിറ്റി ഫണ്ടിലോട്ട് എക്സ്പോഷർ കൂട്ടുക. വേണമെങ്കിൽ ലോ റിസ്ക് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ട്സിലോട്ടൊക്കെ എക്സ്പോഷർ കൂട്ടാനായിട്ട് പറ്റും. ഒരു 12 to 15% ആണെങ്കിൽ റിട്ടേൺസ് അവിടെയും കിട്ടിയേക്കാം. സോ നമുക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് നമ്മൾ ഇതുപോലെ പണം ഈ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് എത്തിക്കുകയാണ്. സോ ലുക്ക് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വൈൽ യു ഏൺ യുവർ മണി. മാക്സിമം വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യു ക്യാൻ കോൺടാക്ട് റോയ്സ് ഇൻവെസ്റ്റ് ടു നോ ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. എക്സ്പെർട്ട് ഗൈഡൻസിൻ്റെ ഒപ്പം ഇതുപോലെ പണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും.